അപ്പോൾ ബജറ്റിൽ കണ്ണും നട്ട് രാജ്യം വാർത്തകളിലേക്ക്. ശനിയാഴ്ചയാണ് കേന്ദ്ര ബജറ്റ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം 24 നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി കേന്ദ്ര ബജറ്റിൽ നിരവധി പ്രതീക്ഷയുണ്ട്. അതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾക്കാണെങ്കിലും ഒക്കെ വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും തൊഴിലിടങ്ങളിൽ പങ്കാളിത്തം കൂട്ടാനുള്ള പദ്ധതികൾ പ്രതീക്ഷിക്കുകയാണ് കേന്ദ്ര ബജറ്റിൽ രാജ്യത്തെ സ്ത്രീകൾ. ജെൻഡർ ബജറ്റിനുള്ള വിഹിതത്തിൽ ഇത്തവണയും വർധനയുണ്ടാകാൻ സാധ്യതയുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെയാണ് ജെൻഡർ ബജറ്റ് എന്ന ആശയം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ആകെ ബജറ്റിന്റെ 6.8% ജെൻഡർ ബജറ്റിനായി മാറ്റിവെച്ചത്. ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന ശതമാനമായിരുന്നു അത്. ഇത്തവണയും വിഹിതം കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ സ്ത്രീകൾ. അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ബജറ്റിന്റെ 34% ജെൻഡർ ബജറ്റിലേക്ക് മാറ്റിവെക്കുന്നുണ്ടെന്ന് ഓർക്കണം. 2023 കണക്ക് പ്രകാരം തൊഴിലിടങ്ങളിൽ 30% മാത്രമാണ് രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം. ഇത് കൂട്ടാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം വേണം. ലോകബാങ്കിന്റെ പഠനമനുസരിച്ച് സ്ത്രീ പ്രാതിനിധ്യം പുരുഷന്മാരോടൊപ്പം എത്തിയാൽ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനത്തിൽ 51% വളർച്ചയുണ്ടാകും. സ്ത്രീകളെ ശാക്തീകരിക്കാൻ കഴിയുന്ന നൈപുണ്യ വികസനത്തിലും തൊഴിൽ നയങ്ങളിലും, അതായത് ജെൻഡർ സെൻസിറ്റിവിറ്റി ഫ്രെയിംവർക്ക് കൊണ്ടുവരണം. സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ പെൻഷൻ സ്കീംസ്, ഇൻഷുറൻസ് സ്കീംസ്, തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ എന്നിവ പോലുള്ള സാമൂഹിക സുരക്ഷാ നടപടികൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഡിജിറ്റൽ സാക്ഷരത, അതായത് ഡിജിറ്റൽ സ്കിൽസ് ആൻഡ് ലിറ്ററസി എന്ന് പറയുന്ന ഇവ പരിപാടികളുടെ വ്യാപ്തി എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? ഇത് സ്ത്രീകളുടെ ഡിജിറ്റൽ സമ്പാദ്യ അവസ്ഥയിൽ ഏർപ്പെടാൻ അനുവദിക്കും. പണം നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന പദ്ധതികൾ ചില സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. പണം കൊണ്ട് മാത്രമല്ല, നൈപുണ്യ പരിശീലനം, അങ്കണവാടികളുടെ ശാസ്ത്രീകരണം പോലെ കൂടുതൽ കരുതൽ ആവശ്യമുണ്ട്. വേതനമില്ലാതെ ഗാർഹിക ജോലിയിൽ ഒതുങ്ങി നിൽക്കുന്നവരെ സഹായിക്കും വിധം കൂടി പദ്ധതികൾ വേണം. ജെൻഡർ ബജറ്റിംഗ് പോളിസി നടപ്പാക്കി 20 വർഷം പൂർത്തിയാവുകയാണ്. ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് വരുത്താറുണ്ട്. ഏറ്റവും ഒടുവിൽ അത് 3 ലക്ഷം കോടിയിലധികം രൂപയായി മാറിയിട്ടുണ്ട്. ഇത്തവണയും ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പണത്തിന്റെ വലുപ്പം മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തിൽ നേരിട്ട് ചലനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികച്ച പദ്ധതികൾ കൂടിയാണ് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.